തയ്യൽ തൊഴിലാളികളുടെ സർവീസ് പെൻഷൻ അടിയന്തരമായി നടപ്പിലാക്കുക, ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കി വിതരണം പൂർത്തിയാക്കുക, പ്രസവാനുകൂല്യ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ഇൻ്റർവ്യൂ കഴിഞ്ഞവരുടെ ID കാർഡുകൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കൺവെൻഷൻ തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ചു. തലയോലപ്പറമ്പ് സെൻറ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി G. സജീവൻ ഉദ്ഘാടനം ചെയ്തു. 95 ശേഷമുള്ള കാലങ്ങളിൽ 2 പ്രാവശ്യമായി ക്ഷേമനിധിയെ പരിവർത്തനപ്പെടുത്തി. 2008 2020. 2008 10-20 വർദ്ധിപ്പിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെ ഭേദഗതിക്ക് വിധേയപ്പെടുത്തി ഇടപെടലിന്റെ ഭാഗമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 2020 2050 150% വർധനവ് വരുത്തിയപ്പോഴും ഇടപെടലുകളിൽ കുറവില്ല. ആനുകൂല്യങ്ങളിൽ മാന്യമായ ഭേദഗതി നമുക്ക് വരുത്താൻ കഴിയും. പക്ഷേ ആ നിയമത്തിൽ പറയുന്ന അംശാദായ വർധനവിന് അനുസൃതമായ റിട്ടയർമെന്റ് കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കാൻ ഇടപെടലുകൾ നടത്തിയിട്ട് ഗവൺമെന്റ് അനുമതിയുടെ ഭാഗമായി പോലും നടപ്പിലാക്കാൻ കഴിയും. അവിടെയാണ് ഈ സമ്മേളന കാലയളവിൽ വളരെ കൂടുതൽ ഇടപെടലുകൾ നടത്തി ക്ഷേമനിധിയിൽ ചേർന്ന തൊഴിലാളി എന്ത് പ്രതീക്ഷയിലാണോ ചേരുന്നത്. ജില്ലാ പ്രസിഡന്റ് S. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം ജില്ലയിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. സംഘടനയ്ക്ക് ഇത് പരിഹരിക്കുന്നതിന് ഉള്ള പദ്ധതികൾ നിരന്തരമായുണ്ട്. ഈ വർഷവും പുതിയ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ അടിച്ച് ഇതിൻ്റെ SHG അടക്കമുള്ള ഘടകങ്ങളിൽ വിതരണം ചെയ്ത് താഴെ തലങ്ങളിലുള്ള സാധാരണ അംഗങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ നളിനാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VG ഉഷാകുമാരി വാർഷിക റിപ്പോർട്ടും ട്രഷറർ MP മുഹമ്മദ് കുട്ടി കണക്കും അവതരിപ്പിച്ചു. കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും പങ്കെടുത്ത 350ഓളം തൊഴിലാളികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിഷൻ ന്യൂസ്, വൈക്കം.